ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സേവ്യാസംഘ ദിനമായി ആചരിക്കുമ്പോൾ അടിയനെ ഇവിടെ നിൽപ്പാനിടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും സേവ്യാസംഘത്തിൻ്റെ ചുമതലക്കാരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. സേവ്യാസംഘത്തെപ്പറ്റിയും അതിൻ്റെ ചിന്താവിഷയത്തെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസം ഈ ദേവാലയത്തിൽ ആയിരിക്കാൻ അടിയങ്ങൾക്ക് കൃപ തന്നതിനാൽ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. പലവിധമായിട്ടുള്ള നെടുവീർപ്പുകളാൽ കടന്നു വന്നിരിക്കുന്ന അനേകർ ഈ ദേവാലയത്തിലുണ്ടല്ലോ കർത്താവേ. അവരോടൊക്കെ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. 1919 ഫെബ്രുവരിയിൽ മാരാമൻ കൺവെൻഷനിൽ വെച്ച് അഭിവന്യ എബ്രഹാം മാർത്തോമ സഫറഗൻ മെത്രാപ്പോലിത്തായുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാർത്തോമ സുവിശേഷ സേവ്യാ സംഘം ഇന്ന് 105ൻ്റെ നിറവിൽ എത്തി നിൽക്കുന്നു. സ്ഥാപിത നാൾ മുതൽ സ്ത്രീകളുടെ ആത്മീയ വളർച്ചയ്ക്കും സാമൂഹിക ഉന്നമനത്തിനുമായി സേവ്യാ സംഘം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്നു. റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയാണ് ഇപ്പോൾ ഈ അനുഗ്രഹീത പ്രസ്ഥാനത്തിന് സാരഥ്യം വഹിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിലായിരുന്നു സഭ സേവ്യാസംഘ വാരമായിട്ട് വേർതിരിച്ചിരുന്നത്. സ്ത്രീകൾ സുവിശേഷത്തിൻ്റെ സാക്ഷികൾ, വിമൻ വിറ്റ്നസസ് ഓഫ് ദ ഗോസ്പൽ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഈ വർഷത്തെ പഠനത്തിനും ധ്യാനത്തിനും പ്രവർത്തനത്തിനുമായി ഈ ചിന്താവിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ സ്ത്രീകൾക്കുള്ള അനുപേക്ഷണീയമായ പങ്ക് അടിവരയിടുക മാത്രമല്ല, ഓരോ സേവികാ സംഘാംഗവും ഈ സാക്ഷീകരണം തൻ്റെ വ്യക്തിഗത ഉത്തരവാദിത്വം കൂടിയായി കാണാനുള്ള ആഹ്വാനം കൂടിയാണിത്. ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ രക്ഷിതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ട അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്നറിയപ്പെടുന്ന മഗ്ദല മറിയം മുതൽ ശമരിയാക്കാരിയായ സ്ത്രീ ഉൾപ്പെടെ അനേകം മാതൃകാ ജീവിതങ്ങളെ വേദപുസ്തകം നമ്മുടെ മുൻപിൽ തുറന്നു കാട്ടുന്നു. നമ്മുടെ ഇടവക ഉൾപ്പെടുന്ന നോർത്ത് അമേരിക്കൻ ഡയോസിസ് സേവ്യാസംഘ വാരത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 5-ന് ലിറ്റർജിക്കൽ സോങ് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. അതിൽ നമുക്കും പങ്കുചേരാൻ സാധിച്ചു. ഈ വർഷം വിശ്രാന്തി ഭവൻ ഹോസ്റ്റൽ എന്ന സ്പെഷ്യൽ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. സംഘപ്രവർത്തനങ്ങളിൽ നിന്നും വിരമിക്കുന്ന സേവനിമാർക്ക് വിശ്രമിക്കുന്നതിനുള്ള ഭവനമാണ് വിശ്രാന്തി ഭവൻ. ഇതിലേക്ക് ചെറിയൊരു സംഭാവന നൽകുവാൻ നമ്മുടെ ഇടവകയ്ക്കും സാധിച്ചു. സംഘത്തിൻ്റെ മന്ത്ലി മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ബൈബിൾ ക്ലാസ് നടത്തിയും കൂടാതെ ന്യൂട്രീഷൻ ക്ലാസ്, ഹെൽത്ത് ക്ലാസ്, ലോക്കൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നിവയും നടത്തി വരുന്നു. 18 വയസ്സ് പൂർത്തിയായ എല്ലാ യുവതികളെയും സേവ്യാ സംഘത്തിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സസ് 10-17. ഒരു ശബ്ദത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവീൻ, ശബ്ദത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ദത്തിൽ തൻ്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന
അബ്രാഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൾ കൂനിയായിരുന്നു. എന്നാലും അവൾ കൂനിയായിരുന്നിട്ടും ക്രമമായിട്ട് സിനഗോഗിൽ ദൈവവചനം കേൾക്കാൻ പോകുന്നവളായിരുന്നു. ദേവാലയത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാട്, അതായത് അവൾ ആരാധനയ്ക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം, ദൈവവചനം കേൾക്കാൻ ഒരു മടിയും കൂടാതെ തൻ്റെ കൂനി അവസ്ഥയിലും എന്നും കടന്നു വരാൻ താല്പര്യം കാണിച്ചിരുന്നവൾ. രോഗവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ മാറി നിൽക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഇതൊന്നും ഇതിന് ഒരു പരിഹാരമല്ല എന്ന് നമ്മളെ ഈ ഭാഗം സൂചിപ്പിക്കുന്നു. നമ്മളെ ഏത് സ്ഥലത്തിരുന്നാലും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്, അതിൻ്റെ മഹത്വമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് ദേവാലയത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാട്. കോവിഡിൻ്റെ സമയങ്ങളിലൊക്കെ നാം അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും, ആരാധനയൊക്കെ സംബന്ധിക്കും. എന്നാലും എന്നെങ്കിലും ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, പഴയതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രമീകരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നാം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അധികം പഴയ കാര്യമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളിൽ ദാവീദിൻ്റെ മകനായ ശലോമോൻ യഹോവയ്ക്ക് ഒരു ആലയം പണിതിട്ട് അവൻ സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ 8-ാം അധ്യായത്തിൽ ഉടനീളം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 28-ാം വാക്യം മുതൽ, എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരുളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ. നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ പ്രത്യേകതയെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. 2 ദിനവൃത്താന്തം 7:15. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മുടെ വായിൽ നിന്ന് വരുന്നത് എല്ലാം കേൾക്കുന്ന ഒരു കർത്താവ്. ഈ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ലക്നൗവിലായിരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി ആദ്യകാലങ്ങളിൽ ഒരു ദേവാലയം ഇല്ലായിരുന്നു. എന്നാൽ അവിടെയുള്ള ജനങ്ങളുടെ പ്രാർത്ഥനയുടെയും പ്രയത്നത്തിൻ്റെയും ഒക്കെ ഫലമായി ഞങ്ങൾക്ക് ഒരു ദേവാലയം പണി കഴിപ്പിക്കുന്നതിന് സാധിച്ചു. 1994 ഫെബ്രുവരിയിൽ അഭിവന്യ ഐസക് മാർ ഫിലക്സിനോസ് തിരുമേനി അതിൻ്റെ കൂദാശകർമ്മം നടത്തി. ആ സമയത്ത് ഞങ്ങളുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട മാത്യു പി തോമസ് അച്ഛനായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. അതിനടുത്ത സൺഡേയിൽ എല്ലാവരും ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നു. പള്ളിക്കകത്ത് ഭയങ്കര സംസാരം. എല്ലാവരും അവരവർ കൊടുത്ത ഡൊണേഷനെ പറ്റിയും അവരവരുടെ എല്ലാ കാര്യങ്ങളെ പറ്റിയും പള്ളിക്കകത്ത് ഭയങ്കരമായിട്ടുള്ള സംസാരം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ മധുവയിൽ നിന്ന് വളരെ ഖേദത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ വളരെ നാളത്തെ പ്രയത്നത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണ് ഈ ദേവാലയം. ഇതിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ ദൈവം ഇതിൽ അധിവസിക്കുന്നു എന്ന ഭയം നമുക്ക് ഉണ്ടാകണം. ദൈവം മുൻപാകെയാണ് നാം ഇരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ദേവാലയത്തിൽ വളരെയധികം പ്രശ്നങ്ങളുമായിട്ട്, വളരെ ഭാരങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന പല ദൈവമക്കളുമുണ്ട്.
അവരുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ സംസാരം ഒരു തടസ്സമാകരുത്. നിങ്ങൾ സംസാരിക്കണം, അത് നല്ല കാര്യമാണ്. എന്നാൽ അതിന് ദേവാലയത്തിന് വെളിയിൽ ധാരാളം സ്ഥലമുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങളൊരു തടസ്സമായിട്ട്, അവരുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളൊരു തടസ്സമായിട്ട് മാറരുതെന്ന് ഞങ്ങളെ ഓർപ്പിച്ചു. എന്തിനു പറയുന്നു? ഞങ്ങൾ ഇവിടെ പോരുന്ന സമയം വരെയും ആ ദേവാലയത്തിൽ കയറിയാൽ വളരെ നിശബ്ദമായ അന്തരീക്ഷമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു. ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ കയറിയാൽ ഏറെ നേരം അങ്ങനെ ഇരിക്കാൻ തോന്നും. കാരണം അത്രയ്ക്ക് ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആവശ്യത്തിലിരിക്കുന്നവരെ കാണുന്ന ഒരു ക്രിസ്തു. പുറകിലെവിടെയോ കുനിയായ ഈ സ്ത്രീ വന്ന് ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോൾ യേശു അവളെ കാണുന്നു, അവളെ അടുക്ക വിളിക്കുന്നു. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. തൻ്റെ പ്രയാസങ്ങളുമായിട്ട്, തൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അവൾ പുറകിൽ എവിടെയോ ഒതുങ്ങിയിരിക്കുമ്പോൾ യേശു അവളെ കണ്ട് അവളെ അടുക്ക വിളിച്ചു. അവളുടെ മേൽ സ്പർശിച്ചപ്പോൾ അവൾ നിവർന്നു നിന്ന് ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ഒരു കോണിൽ നിന്നും ആലയത്തിൻ്റെ നടുക്കേക്ക് അവളെ വിളിച്ച് അവൾക്ക് അവിടെ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് യേശുവിൻ്റെ ആ സ്പർശനത്തിലൂടെ ഇടയായി. ഒരുപക്ഷെ അവൾ ദേവാലയത്തിൽ അന്ന് വന്നിരുന്നെങ്കിൽ യേശു അന്ന് അവളെ കാണത്തില്ലായിരുന്നു. അവൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളെ കണ്ടു എന്ന് പറഞ്ഞത്, അവൾ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ അവളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ടു എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തൽ നിന്നും മറ്റുള്ളവരുടെ പരിഹാസത്തിൽ നിന്നുമൊക്കെ സഭയുടെ മുൻപിൽ, സമൂഹത്തിൻ്റെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് യേശുവിൻ്റെ ആ സ്പർശനത്തിലൂടെ അവൾക്ക് ഇടയായി. മൂന്നാമത്, മറ്റെല്ലാറ്റിനേക്കാളും മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന ക്രിസ്തു. ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെടുന്നതായിട്ട് ഇവിടെ കാണാം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ നമ്മൾ 6 ദിവസവും നമ്മളുടെ വേലകളൊക്കെയും തീർത്തിട്ട് 7-ാം ദിവസം ശബത്ത് ആചരിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പള്ളിപ്രമാണി ന്യായപ്രമാണത്തെ എടുത്തു കാട്ടുമ്പോൾ യേശു മനുഷ്യജീവന് അവരെ ചേർത്ത് നിർത്തലിന് പ്രാധാന്യം കൊടുക്കുന്നു. യേശുവിൻ്റെ മറുപടി ഇവിടെ ശ്രദ്ധേയമാണ്. നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രാഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. നാം നമ്മുടെ മറ്റു ജോലികളും ശബത്ത് നാളിൽ ചെയ്യുന്നില്ല. അത് ദൈവത്തിന് ഉതകുന്നത് ആണെങ്കിൽ, അത് മറ്റുള്ളവർക്ക് ഒരു നന്മയ്ക്ക് ഇടയാകുന്നതാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് യേശു കർത്താവ് ഇവിടെ കാണിക്കുന്നത്. പള്ളിപ്രമാണി ന്യായപ്രമാണം മാത്രം നോക്കുമ്പോൾ യേശു മനുഷ്യ ജീവനും കൂടെ വില കൽപ്പിക്കുന്നതായി ഇവിടെ കാണാം. മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവളെ അബ്രഹാമിൻ്റെ മകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. വളരെ നാളത്തെ 18 വർഷമായിട്ട് അവൾ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വന്ന അവളെ അബ്രഹാമിൻ്റെ മകളായിട്ടാണ് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾക്ക് പുതിയ ഒരു മേൽവിലാസം കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നാലാമത്, സമൂഹത്തിൽ ഉണ്ടായ മാറ്റം. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു.
വിരോധികൾ എല്ലാവരും നാണിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പള്ളിപ്രമാണി ഈ ഒരു കുറ്റം ഉന്നയിച്ചുവെങ്കിലും വിരോധികളെന്ന് പറയുമ്പോൾ അവിടെ പലരും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശു എവിടെ പോയാലും കുറേ പേര് അവനെ വാക്കിൽ കൊടുക്കുവാൻ, അവൻ്റെ മേൽ കുറ്റം ചുമത്തുവാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ മറുപടി കേട്ടപ്പോൾ വിരോധികൾ പലരും കുറ്റബോധം കൊണ്ട് നാണിച്ച് തല താഴ്ത്തുന്നു. എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവർ, അവൻ്റെ മഹിമകളാൽ അവനെ വാഴ്ത്തുന്നവർ, അങ്ങനെയും പുരുഷാരം ഉണ്ടായിരുന്നു. തൻ്റേതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സുവിശേഷത്തിനും ദൈവിക സ്നേഹത്തിനും സാക്ഷിയായ ഒരു കഥാപാത്രത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഈ കൂനിയായ ആയിരുന്ന സ്ത്രീ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും ദൈവം അവളെ തൊട്ട് സൗഖ്യമാക്കുന്നതിനും ഇടയായി. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിങ്കിലേക്ക് പോകാനുള്ള ഒരു GPS ആയിട്ട് ദൈവവചനത്തെ അവളും കണ്ടിരുന്നു. ദൈവവചനത്തിൽ കൂടി നമുക്ക് രക്ഷയുണ്ട്, ദൈവവചനത്തിൽ കൂടി നമ്മുടെ രോഗസൗഖ്യമുണ്ട്, നമ്മുടെ ബന്ധനം അഴിക്കുന്നതിന് സാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയ ഒരു സ്ത്രീയായിരുന്നു ഈ പാവം കൂനിയായ സ്ത്രീ. ഇന്ന് ഈ സേവ്യ സംഘ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലും പല പല കൂനുകൾ ഉള്ളവരാണ്. അത് പ്രാർത്ഥനാ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും നമ്മുടെ കൂനുകൾ എന്തെന്ന് മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ തീർച്ചയായും കൈവിടുകയില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. റീന ഫിലിപ്പ് പ്രാർത്ഥിക്കുന്നതാണ്.